പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം ഫസ്റ്റ് സെമസ്റ്റർ മലയാളം കമ്പ്യൂട്ടിംഗ് പേപ്പറാണ് നോക്കുന്നത്. മലയാളം ടൈപ്പിംഗ് സാമഗ്രികൾ, അച്ചടി ആവശ്യാർത്ഥം, ഇൻസ്ക്രിപ്റ്റ് കീബോർഡിൽ തുടങ്ങിയ കമ്പ്യൂട്ടറിലെ മലയാളം ടൈപ്പിംഗ് ഇന്ന് ലിപ്യന്തരണം, ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട്, OCR തുടങ്ങിയ രീതികൾ പിന്നിട്ട് വോയിസ് ടൈപ്പിംഗിലെത്തി നിൽക്കുന്നു. ഇവ ഓരോന്നും നമുക്കിനി പരിശോധിക്കാം. ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട്. കമ്പ്യൂട്ടറിന് ശേഷം സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിലാണ് ഹാൻഡ് റൈറ്റ് ഇൻപുട്ട് എന്ന ടൈപ്പിംഗ് രീതി പ്രചാരത്തിൽ വരുന്നത്. കയ്യെഴുത്ത് ലിപികളെയും അച്ചടി ലിപികളെയും യാന്ത്രികമായി ഡിജിറ്റൽ രൂപങ്ങളിലാക്കുന്ന ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ OCR എന്ന സാങ്കേതിക വിദ്യയുടെ വികസിത മാതൃകയാണ് ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട്. കൂടി പറയാം, കയ്യെഴുത്ത് ലിപികളെയും അച്ചടി ലിപികളെയും യാന്ത്രികമായി ഡിജിറ്റൽ രൂപത്തിലാക്കുന്ന ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന സാങ്കേതിക വിദ്യയുടെ വികസിത രൂപമാണിത്. പ്രതിജന വിഭിന്നമായതും വ്യക്തിത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്നതുമാണ് കയ്യെഴുത്ത് ലിപി രൂപങ്ങൾ. ഓരോ വ്യക്തിയുടെയും കൈയക്ഷര ലിപികളെ മാനകമായ അച്ചടി മാതൃകയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് OCR സഹായകമാണ്. മലയാളം പോലുള്ള പ്രാദേശിക ഭാഷകളുടെ നിവേശക രീതിയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴി തുറന്ന സാങ്കേതിക വിദ്യയാണ് ഇത്. മലയാള ഭാഷയുടെ സൈബർ സാന്നിധ്യം വൻതോതിൽ ഇതുമൂലം പ്രകടമായി. വെബ്സൈറ്റുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യക്തിഗത മാധ്യമങ്ങളിലും മലയാളത്തിന്റെ ഉള്ളടക്കം വർദ്ധിച്ചു. ഗൂഗിളിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ആപ്ലിക്കേഷനാണ് ഇതിൽ വലിയ പങ്ക് വഹിച്ചത്. OCRന്റെ പ്രധാന സവിശേഷത എന്നത് യൂണിക്കോഡ് പിന്തുണയുള്ള ലിപി രൂപങ്ങളാണ് എന്നതാണ്. അതിനാൽ OCRലെ ലിപി രൂപങ്ങൾ നേരിട്ട് ഇന്റർനെറ്റിൽ വിനിമയം ചെയ്യാൻ സാധിക്കും. ടാബ്ലറ്റുകളിലെയും സ്മാർട്ട് ഫോണുകളിലെയും ടച്ച് സ്ക്രീൻ പ്രതലത്തിൽ എഴുതുന്ന ഓരോ അക്ഷരവും ഡിജിറ്റൽ രൂപമാക്കി മാറ്റുന്നു. സ്ക്രീനിൽ എഴുതുന്ന ഓരോ അക്ഷരത്തിനു വേണ്ടിയും സാധ്യതയുള്ള 3 ഡിജിറ്റൽ ലിപി രൂപങ്ങൾ തിരഞ്ഞെടുപ്പിനായി പ്രോഗ്രാമിൽ തെളിഞ്ഞു വരും. കൃത്രിമ ബുദ്ധി ആധാരമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ആൻഡ്രോയിഡ് പിന്തുണയുള്ള ഫോണുകളിലും ടാബ്ലറ്റുകളിലും ലാപ്ടോപ്പുകളിലുമൊക്കെ OCR പ്രവർത്തന സജ്ജമാണ്. ടച്ച് സ്ക്രീൻ പ്രതലത്തിൽ വിരലുകൊണ്ടെഴുതുന്ന കൈയക്ഷര ലിപി രൂപങ്ങളാണ് OCRൽ അച്ചടി മാതൃകയുള്ള ലിപികളായി തെളിയുന്നത്. ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും ലളിതമായതും ജനകീയമായതുമായ മലയാള നിവേശക രീതിയാണ് OCR. വോയിസ് ടൈപ്പിംഗ്. മനുഷ്യരുടെ സ്വാഭാവിക ഭാഷണത്തിന്റെ സവിശേഷതകൾ തിരിച്ചറിയാനും ഭാഷണം അനുകരിക്കാനും യന്ത്രങ്ങളെ സജ്ജമാക്കുന്ന സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന നിവേശക രീതിയാണ് വോയിസ് ടൈപ്പിംഗ്. അപ്പോൾ വോയിസ് ടൈപ്പിംഗ് എന്നത് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ്. ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ടിന്റെയും വോയിസ് ടൈപ്പിംഗിന്റെയും വരവോടെ കമ്പ്യൂട്ടറിലെയും മൊബൈൽ ഫോണിലെയും മലയാളത്തിന്റെ പ്രയോഗം ലളിതവും ജനകീയവുമായി തീരുകയുണ്ടായി. സ്പീച്ച് റെക്കഗ്നിഷന്റെ പ്രധാന ഘട്ടം മനുഷ്യന്റെ സഹജമായ ഭാഷണത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നിർണയിക്കുകയാണ്. ഒരു ഭാഷാ സമൂഹത്തിന്റെ ഭാഷണ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് യന്ത്രങ്ങൾ സന്നിവേശിപ്പിക്കുകയാണ് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന ശബ്ദ നിവേശക സംവിധാനത്തിൽ പ്രവർത്തിക്കാനാവശ്യം. ശബ്ദ നിവേശകത്തിൽ 2 വിധത്തിലുള്ള പ്രക്രിയകൾ അടങ്ങുന്നു. ഒന്ന്, ലിഖിതത്തെ ഭാഷണമാക്കി രൂപാന്തരണം ചെയ്യുക, ടെക്സ്റ്റ് ടു സ്പീച്ച്. 2, ഭാഷണത്തെ ലിഖിതമായി രേഖപ്പെടുത്തുക, സ്പീച്ച് ടു ടെക്സ്റ്റ്. ഇത് രണ്ടാമത്തെ പ്രക്രിയയാണ് വോയിസ് ടൈപ്പിംഗിന് അടിസ്ഥാനം. ഇവിടെ ലിഖിതത്തെ ഭാഷണമാക്കി രൂപാന്തരണം ചെയ്യുക, ഭാഷണത്തെ ലിഖിതമാക്കി രൂപാന്തരണം ചെയ്യുക എന്നീ പ്രക്രിയകളാണ് നടക്കുന്നത്. മനുഷ്യശബ്ദങ്ങളെ പൂർണ്ണമായി അനുകരിക്കാൻ ഒരു യന്ത്രങ്ങൾക്കും സാധ്യമല്ല. മൈക്രോഫോണിന്റെ സഹായത്തോടെ ഭാഷണം പ്രോഗ്രാം മെമ്മറിയിൽ രേഖപ്പെടുത്തുന്നതാണ് ആദ്യ ഘട്ടം.
രേഖപ്പെടുത്തിയ ശബ്ദ തരംഗങ്ങളെ സ്വനങ്ങളായി വേർതിരിച്ചെടുക്കുകയും അവയ്ക്ക് അനുസൃതമായ ലിപിവിന്യാസം ഒരുക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ സ്വാഭാവിക ഭാഷണ വ്യവസ്ഥ തിരിച്ചറിയുകയും അത് യന്ത്രവ്യവസ്ഥയിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് സ്പീച്ച് ടു ടെക്സ്റ്റ് പരിപൂർണാർത്ഥത്തിൽ സാധ്യമാകുന്നത്. സ്പീച്ച് ടു ടെക്സ്റ്റിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്റർനെറ്റിൽ വോയിസ് സെർച്ചിങ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. കാഴ്ചാ പരിമിതി ഉള്ളവർക്ക് പോലും പരിമിതികളില്ലാതെ ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കാനും കമ്പ്യൂട്ടറിലേക്കും ഫോണുകളിലേക്കും ആശയങ്ങൾ എത്തിക്കാനും പഠന കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും ഇത് സാധിച്ചിട്ടുണ്ട്. സ്പീച്ച് ടു ടെക്സ്റ്റ് സാങ്കേതികവിദ്യയുടെ ഭാഗമായി ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നേഷൻ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഭാഷണ രൂപത്തിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് സ്പീച്ച് ടു ട്രാൻസ്ലേഷൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ പഠനക്കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർഷത്തെ ചോദ്യപേപ്പറും അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അസൈൻമെൻറ്റ് ചോദ്യങ്ങളും നോക്കിയിട്ടാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഈ കമ്പ്യൂട്ടിങ്ങിൻ്റെ എല്ലാ ചോദ്യോത്തരങ്ങളും തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.